ക്രിസ്റ്റി അവളെ കാത്ത് നിൽക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് അവളെ പുറത്തേക്ക് കണ്ടതേയില്ല. നേരത്തെ ക്ലാസ്സിൽ നിന്നും ഇറങ്ങണമെന്ന് അവൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചതാണ്. ഫോൺ എടുത്ത് അവളെ വിളിക്കാനായി തുടങ്ങിയതും ക്ലാസ്സിൽ നിന്നും ഓടി വരുന്ന ഋഷുവിനെയാണ് അവൻ കണ്ടത്. ഇത്രയും നേരം നീ എവിടെയായിരുന്നടി? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ 3 മണിക്ക് ഇറങ്ങണമെന്ന്? ക്രിസ്റ്റി കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചു. ഓ എന്റെ കടുവക്കുട്ട, ഇങ്ങനെ ദേഷ്യം പിടിക്കാതിരിക്കുക. ദേഷ്യം പിടിച്ചിങ്ങനെ അമറിയ BP കൂടും. BP കൂടിയ പല ഞരമ്പുകളും പൊട്ടും. അവൾ അവന്റെ കവളിൽ രണ്ടും പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. കൊഞ്ചാ നിൽക്കാതെ അങ്ങോട്ട് കയറിക്കേ പെണ്ണെ, ഇപ്പൊ തന്നെ ലേറ്റായി. അവൻ അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞതും അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. ഇത്ര ലേറ്റാകാൻ മാത്രം നമ്മൾ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത്? കുറച്ച് ലേറ്റായാൽ എന്താ പ്രശ്നം? അല്ല, ഇന്ന് നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞ എന്തിനാ? നമ്മൾ വേറെ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഒക്കെ പറയാം, നീ ആ വണ്ടിയിലോട്ടൊന്ന് കയറിക്കേ. അവൻ തിരികെ അവളെ നോക്കി പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. കയറടി ചക്കരെ. അവൾ അങ്ങനെ നോക്കുന്നത് കണ്ടതും അവൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തതും അവൾ നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു. ശേഷം കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. അവൻ അവളെയും കൊണ്ട് നേരെ പോയത് അവരുടെ തന്നെ തുണിക്കടയിലേക്കായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഇവിടേക്ക് വന്നത്? അത് കണ്ടതും അവൾ സംശയത്തോടെ ചോദിച്ചു. പറയാം വാ. അതും പറഞ്ഞ് അവളുടെ കയ്യെ പിടിച്ച് അവൻ അതിനകത്തേക്ക് നടന്നു. അവൾക്ക് വേണ്ടി അവൻ 1-2 സാരി എടുത്തു. അവൾ അതെല്ലാം നോക്കി നിൽക്കുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. 2 സാരി എടുത്തതിന് ശേഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇത് രണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ? അവൻ സംശയത്തോട് ചോദിച്ചു. എന്തിനാ ഇതൊക്കെ? എനിക്ക് ഒരുപാട് സാരിയുണ്ട്. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇന്നുവരെ നിനക്കായിട്ടൊരു സാരി എടുത്ത് തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പെണ്ണിത് പിടിക്ക്. അതും പറഞ്ഞ് ആ സാരി രണ്ടും അവളുടെ കയ്യിലേക്ക് അവൻ വെച്ചു കൊടുത്തു. അവൾ ജസ്റ്റ് സാരി എടുത്ത് അവളുടെ തോളിലേക്ക് ഇട്ടിട്ട് കണ്ണാടിയിലേക്കൊന്ന് നോക്കി. പിന്നെ തിരിഞ്ഞു നിന്ന് പുരികം പൊക്കി അവനോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ സെലക്ഷൻ അങ്ങനെയൊന്നും തെറ്റാറില്ല പെണ്ണേ. അത് കണ്ട് അവൻ അവളോട് പറഞ്ഞതും അവൾ അവനെ നോക്കി കോക്കറി കുത്തി കാണിച്ചു. ശേഷം അവളെയും കൂട്ടി അവൻ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവളുടെ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. മമ്മി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നല്ലോ, അവൾ സംശയത്തോടെ പറഞ്ഞു. മമ്മി ഒന്നും ഇവിടെ ഇല്ല, നീ വാ. അതും പറഞ്ഞ് അവൻ തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കീ എടുത്ത് വാതിൽ തുറക്കാൻ പോയി. അവളാണെങ്കിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ അവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എടി പെണ്ണെ, വായും തുറന്ന് നിൽക്കാതെ അകത്തോട്ട് കയറിക്കേ. അവൻ വീണ്ടും പറഞ്ഞതും അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അല്ല, വീടിന്റെ താക്കോൽ എങ്ങനെയാ ഇച്ചാന്റെ കയ്യില്? മമ്മി എവിടെ പോയി? അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. മമ്മി പള്ളിയിൽ പോയതാ. ഇന്ന് വൈകിട്ട് പള്ളി പ്രാർത്ഥനയുണ്ട്. ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ കയ്യിൽ തരാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വന്ന് വാങ്ങി താക്കോല്. അതാ എൻ്റെ കയ്യിലിരിക്കുന്നത്. അവൻ അവളെ നോക്കി ചിരിച്ചു. എന്നിട്ട് വരുന്ന വഴിയിലൊന്നും ഇച്ചായും പറഞ്ഞില്ലല്ലോ. അവൾ സംശയത്തോടെ അവനെ നോക്കി. അങ്ങനെ പറഞ്ഞാ നീ എന്നെ വീട്ടിനകത്ത് കയറ്റില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ടാ മനഃപൂർവ്വം തന്നെയാ പറയാഞ്ഞത്. നോക്കി നിൽക്കാതെ അങ്ങോട്ട് കയറിക്കേ പെണ്ണേ. അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. വരുന്നില്ല, വീട്ടിലേക്ക് കൊണ്ടാക്കിയില്ലേ, ഇനി ഇച്ചായം പൊയ്ക്കോ. അവൾ സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവനോട് പറഞ്ഞു. അങ്ങനെ നിന്നെ വെറുതെ വിട്ടിട്ട് പോകാനല്ലല്ലോ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. മാത്രമല്ല, താക്കോൽ എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി തന്നെയാ ഞാൻ ഉച്ചയ്ക്ക് മമ്മിയുടെ അടുത്ത് വന്ന് താക്കോല് വാങ്ങിയത്. മമ്മി എന്നോട് പറഞ്ഞതാ നിനക്ക് മെസ്സേജ് അയച്ചിട്ടേക്കാം, താക്കോൽ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോകാന്ന്. ഞാനതിനെ സമ്മതിക്കാതെ എൻ്റെ കയ്യിൽ തന്നെ വാങ്ങി വെച്ചത് എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ. ഇനി കുറച്ച് നിമിഷം ഞാനും നീയും മാത്രം മതി ഈ വീട്ടില്. ആ മാർത്ത കറുത്ത മറുക് എനിക്കിന്ന് കാണണം. അവൻ വല്ലാത്ത ഭാവത്തോടെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ അവളുടെ മുഖത്തുകൂടി തഴുകിക്കൊണ്ട് പറഞ്ഞു. അവൻ അങ്ങനെ പറയുന്നത് കേട്ടതും അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് തിരികെ നോക്കി. 2 മാസം കഴിഞ്ഞ് നമ്മുടെ കല്യാണമാണെന്ന് കൊച്ചു മറന്നുപോയോ? ഇപ്പോഴേ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? എന്റെ കൈകളും ചുണ്ടുകളും ഓടി നടക്കേണ്ടതല്ലേ ഈ ശരീരത്തിലൂടെ? അവൻ ആ താക്കോലും കൊണ്ട് അവളുടെ മാറിലൂടെ പതിയെ താഴേക്ക് തഴുകിക്കൊണ്ട് ചോദിച്ചു. കളിക്കാതെ അങ്ങോട്ട് മാറിക്കേ. അതും പറഞ്ഞ് അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി. അവനും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയതിനു ശേഷം ഡോറടച്ചു. എന്തിനാ ഡോറടയ്ക്കുന്നേ? അത് തുറന്നിട്. അവൾ ഡോർ തുറക്കാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു. ഇച്ച, അവൾ എന്തോ പറയാനായി പോയതും അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഋഷു, നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ? കുറച്ചു നിമിഷത്തേക്ക് ഞാനും നീയും മാത്രം മതിയടി, പ്ലീസ്. അവൻ കൊഞ്ചിക്കൊണ്ട് അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ സംശയത്തോടെ തിരികെ അവന്റെ മുഖത്തേക്ക് നോക്കി. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുക. നിന്നെ ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടായിരുന്നു. നേരത്തെ തന്നെ എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം നിന്നോട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി മുന്നേ എനിക്കെൻ്റെ പെണ്ണിനെ മനസ്സ് തുറന്ന് സ്നേഹിക്കായിരുന്നു. അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പം അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലോ. ഇത് എന്നോട് ജാട കാണിച്ച് എന്നെ വിഷമിപ്പിച്ചിട്ട് പുറകിൽ നടത്തിച്ചത് തന്നെയല്ലേ? എന്നിട്ടും ഒരു കൂസലില്ലാതെ ഞാൻ പുറകിൽ എത്ര നടന്നു? അപ്പോഴെങ്കിലും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അവളും വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പോട്ടെൻ്റെ പെണ്ണെ, നീ ഒന്ന് ക്ഷമിച്ചേക്ക്. അതും പറഞ്ഞ് അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നമുക്കതൊക്കെ മറക്കാം. ഇപ്പം ഞാനും എൻ്റെ കൊച്ചു മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് കുറച്ചു നേരം സ്നേഹിക്കാം. അതും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു.
എനിക്ക് ഇപ്പം തന്നെ നീ ആ സാരി ഒന്ന് ഉടുത്തു കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിൻ്റെ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിലല്ലേ ഉടുക്കാൻ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് ആ സാരി സ്കൂളിൽ ഉടുത്തോണ്ട് വരണേ. അവൻ പറയുന്നത് കേട്ടതും അവൾ ഒരു ചിരിയോടെ തലയാട്ടി. അവൻ തൻ്റെ വിരലുകൾ കൊണ്ട് അവളുടെ മുഖത്തുകൂടി ഒന്ന് തഴുകി. ഒരു പുഞ്ചിരിയോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവളുടെ കഴുത്തിലും പിന്തലയിലുമായി പിടിച്ച് അവളെ തൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൾ കണ്ണുകളെ പതിയെ അടച്ചു. അവൻ തൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു. അവളുടെ ചുവന്ന ചുണ്ടിലേക്ക് അവൻ ചുംബിച്ചു. ഇരുവരും കണ്ണുകളെ പതിയെ അടച്ചിരുന്നു. പരിസരം പോലും മറന്ന് രണ്ടുപേരും അവൻ ചുംബനത്തിൽ ലയിച്ചു. അവൻ്റെ കരങ്ങൾ അവളുടെ ശരീരത്തിൽ അലഞ്ഞു. ഉടുത്തിരുന്ന സാരിക്കിടയിലൂടെ നഗ്നമായ വയറ്റിലേക്ക് അവൻ്റെ കൈകൾ വെച്ചു. പെട്ടെന്നാണ് പുറത്ത് കോളിംഗ് ബെല്ല് കേട്ടതും രണ്ടുപേരും പെട്ടെന്ന് പിടഞ്ഞു മാറി. ഋഷു ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മമ്മിയാണെങ്കിൽ എന്ത് വിചാരിക്കുമെന്നുള്ള സംശയമായിരുന്നു അവൾക്ക്. അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കിയതും 2-3 പുരുഷന്മാർ മുറ്റത്ത് നിൽക്കുന്നതാണ് അവൻ കണ്ടത്. കുറച്ച് ഏജുള്ളവർ തന്നെയായിരുന്നു അവർ. അത് കണ്ടതും അവൾ അവനെ ഒന്ന് നോക്കി. ഇതൊക്കെ ആരാ? നിനക്കറിയോ ഇവരെ? അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. ഇവരൊക്കെ ഇവിടെ അടുത്ത വീടുകളിലുള്ളതാ. എനിക്ക് പേടിയാവുന്നു ചായ. ഇവരൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതായിരിക്കുമോ? അവൾ നഖം കടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവരെ കണ്ടപ്പോഴേക്കും അവൾ വല്ലാതെയായി പോയിരുന്നു. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അതിനിപ്പോൾ എന്താ? ഞാനൊന്ന് കഥക തുറന്ന് ചോദിക്കട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് ഡോറ് തുറക്കാൻ പോയതും അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. വേണ്ടി ചായ, കഥക തുറക്കണ്ട. അവരെന്തായാലും പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ വന്നതാ, എനിക്ക് ഉറപ്പാ. അവൾ പേടിയോടെ അവനെ വട്ടം പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആണെങ്കിൽ എന്താ? അതിനിവിടെ വേറെ എന്തെങ്കിലും നടന്നോ? ദേ മോളെ, നമ്മൾ കഥക തുറക്കാതിരുന്നാ അവർ വാതിൽ തല്ലിപ്പൊളിക്കും. അതായിരിക്കും വേറെ പ്രശ്നത്തിന് കാരണമാകുന്നേ. വാതിൽ തുറന്ന് അവരോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. നീ ഇങ്ങനെ പേടിക്കാതിരിക്കുക. നിന്റെ കൂടെ ഞാനല്ലേ ഉള്ളത്. അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും രണ്ടാമതും കോളിംഗ് ബെല്ല് അടിച്ചിരുന്നു. ശ്വാസം ഒന്ന് എടുത്തു വിട്ടതിന് ശേഷം അവളെ തൻ്റെ മുൻപിൽ നിന്ന് മാറ്റി നിർത്തി. പിന്നെ ചെന്ന് വാതിൽ തുറന്നു. ഇറങ്ങി വാ മോനെ. ഒരു വാതിൽ തുറക്കാൻ എന്താ ഇത്ര താമസം? അതിലൊരാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ചേട്ടൻ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ വാതിൽ തുറക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്താ ഉണ്ടോ? അവൻ ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് മടക്കി അവരുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു. അവളാണെങ്കിൽ നഖവും കടിച്ച് അകത്ത് തന്നെ പേടിയോടെ നിൽക്കുകയായിരുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വല്ലാത്തൊരു പേടി തോന്നി അവൾക്ക്. എന്തായിരുന്നു അകത്ത്? നീ മാത്രമല്ലല്ലോ, ഇവിടുത്തെ കൊച്ചു അകത്തുണ്ടല്ലോ. അതിലുണ്ടായിരുന്ന വേറൊരുത്തൻ മുണ്ടു മടക്കി കുത്തി ക്രിസ്റ്റിയുടെ മുൻപിലേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. അതേയുണ്ട്. ഇല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഋഷു നോക്കി തിരികെ പറഞ്ഞതിന് ശേഷം അവൻ തല ചരിച്ചു വെച്ച് അകത്തേക്ക് നോക്കിക്കൊണ്ട് അവളെ വിളിച്ചു. അവൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കണ്ണുകൾ വലിച്ചു തുറന്നു. പിന്നെ പേടിയോടെ വിറയലോടെ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു. ദേ നിൽക്കുന്നു നിങ്ങൾ ചോദിച്ച കൊച്ച്. അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു. എന്തായിരുന്നു മോളെ അകത്ത്? വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ആണുങ്ങളെ വീട്ടിൽ വിളിച്ച് കയറ്റുന്ന തൊഴിൽ മോൾക്ക് എന്ന് മുതലാ തുടങ്ങിയത്? അയാൾ ഒരു വല്ലാത്ത ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ദയനീയമായി വിഷമത്തോടെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. പപ്പയ്ക്കും മമ്മിക്കും അറിയോ മോൾ ഇങ്ങനൊരു ബിസിനസ് തുടങ്ങിയ കാര്യം? മറ്റൊരുത്തൻ പുച്ഛച്ചിരിയോടെ അവളെ നോക്കി ചോദിച്ചതും അവൻ നിലത്തേക്ക് ചെന്ന് വീണതും ഒന്നിച്ചായിരുന്നു. അയാളുടെ നെഞ്ചിൽ നോക്കി തന്നെയായിരുന്നു ക്രിസ്റ്റി ചവിട്ടിയത്. അയാൾ നിലത്തേക്ക് ചെന്ന് നിലം പതിച്ചു. അങ്ങനെ ഒരു പെരുമാറ്റം ക്രിസ്റ്റിയിൽ നിന്നും ഉണ്ടായതും ബാക്കിലുണ്ടായിരുന്ന 3 പേരും ഭയത്തോടെ ഒന്ന് പുറകിലേക്ക് മാറി. നിനക്കൊക്കെ എന്താണ് അറിയേണ്ടത്? ഞാൻ ഇവളും അകത്ത് എന്ത് ചെയ്യുകയായിരുന്നെന്നോ? എങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം. ഞാനിവളെ ഉമ്മ വയ്ക്കുകയായിരുന്നു. ഇനി അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരണോ ചേട്ടന്മാർക്ക്? പിന്നെ നിങ്ങൾ പറഞ്ഞ പരിപാടി തുടങ്ങാൻ നേരം കിട്ടിയില്ല. അപ്പോഴേക്കും പഞ്ചസാരയിൽ ഉറുമ്പ് പറ്റുന്നത് പോലെ നീയൊക്കെ കയറി വന്ന് ഞങ്ങളെ ശല്യം ചെയ്തില്ലേ? ഇനി എന്തൊക്കെ സംശയം ആർക്കൊക്കെ അറിയേണ്ടത്? അവൻ പുരികം പൊക്കി അവരെ എല്ലാവരെയും നോക്കി ചോദിച്ചു. ഡാ, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളെ കൈവയ്ക്കാറായോ നീ? അതും പറഞ്ഞ് വേറെ ഒരുത്തൻ അവൻ്റെ അടുത്തേക്ക് ചെന്നതും ക്രിസ്റ്റി അവൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു. അവൻ നിലവിളിച്ചുകൊണ്ട് വെപ്രാളപ്പെടാൻ തുടങ്ങി. ഇച്ചായ വേണ്ട, വിട്. പെട്ടെന്ന് ഋഷു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവളുടെ കരച്ചിലും വിഷമമൊക്കെ കണ്ടതും ക്രിസ്റ്റി അയാളിലുണ്ടായിരുന്ന പിടിയും വിട്ടു. നിന്റെയൊക്കെ സദാചാരം കൊണ്ടായസം വേറെ വല്ലവരുടെ അടുത്ത് പോയി എടുത്താൽ മതി. ഈ പുലിക്കളത്തിൽ ക്രിസ്റ്റിയോട് വേണ്ട. ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിച്ചാൽ അങ്ങനെയൊന്നും പേടിക്കുന്നവനല്ല ഈ ക്രിസ്റ്റി. അവൻ തിരികെ അവരോട് പറഞ്ഞതും അവർ അവനോട് മറുപടി ഒന്നും പറയാനാകാതെ അവിടെ നിന്നു. നിനക്കൊക്കെ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ പോരെ? നിന്റെ പെങ്ങളും മക്കളും ഒക്കെ നല്ലതായിട്ടാണോ നടക്കുന്നതെന്ന് നോക്കിയാൽ പോരെ? എന്തിനാ വല്ലവരുടെയും വീട്ടിൽ ഒളിഞ്ഞു നോക്കാൻ നിൽക്കുന്നത്? പിന്നെ നിന്റെയൊക്കെ സംശയം. ഇവളെ ഞാൻ കെട്ടാൻ പോകുന്ന എൻ്റെ പെണ്ണാ. ഇവളെ കാണണമെന്ന് തോന്നിയാൽ ഞാൻ പകലായാലും രാത്രിയായാലും ഈ വീട്ടിലേക്ക് വരും. അതുകൊണ്ട് CCTV ക്യാമറ കണ്ണുകളുമായിട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവളുടെ കാര്യം അന്വേഷിക്കാൻ ഇവൾക്ക് അപ്പനും അങ്ങളെയും ജീവനോടെ തന്നെ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മച്ചന്മാരൊന്നും വേണ്ട. പറഞ്ഞത് മനസ്സിലായോടാ? അവൻ ദേഷ്യത്തോടെ അവരുടെ നേരെ കൈകൾ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. എടാ, ഞങ്ങളിപ്പോൾ പോലീസിനെ വിളിക്കും, മീഡിയക്കാരെ വിളിപ്പിക്കും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് നാറും. അതുകൊണ്ട് നീ കൂടുതൽ ഓവർ സ്മാർട്ടാകാൻ നോക്കണ്ട. അതിൽ വേറൊരുത്തൻ അവനെ നോക്കി പറഞ്ഞു. വിളിക്ക്. പോലീസിനെയോ പട്ടാളത്തിനെയോ മീഡിയക്കാരെയോ ആരെ വേണമെങ്കിലും വിളിച്ചോ.
എന്തായാലും ഞാൻ ഇവിടുന്ന് ഒളിച്ചോടാനൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. പക്ഷെ ഞാൻ തിരിച്ച് മറ്റൊരു കാര്യം കൂടി ചെയ്യും. മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കും. ചേട്ടന്മാർ കയറി ഇറങ്ങേണ്ടി വരും. എന്തായാലും ഞാൻ രക്ഷപ്പെടും. കെട്ടാപ്പോകുന്ന പെണ്ണ എൻ്റെ കൂടെയുള്ളത്. ഇത് ലോഡ്ജ് ഹോട്ടലൊന്നുമല്ല, ഇവളുടെ വീടാണ്. ഞങ്ങൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരാ. വിവാഹം ഇരു വീട്ടുകാരും ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഞങ്ങൾക്ക് പ്രശ്നമൊന്നും വരില്ല. എൻ്റെ കാര്യത്തിൽ നോക്കാൻ നിൽക്കുന്ന നിങ്ങൾക്ക് മാത്രമേ പ്രശ്നം വരൂ. അവൻ തിരിച്ച് അവരോട് പറഞ്ഞതും അവരെല്ലാവരും വല്ലാതെയായി. തിരിച്ച് അവനൊരു കേസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കേണ്ടി വരുമെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം കണ്ണു കാണിച്ചു. പക്ഷെ തോറ്റു കൊടുക്കാൻ അവർക്ക് തോന്നിയില്ല. ഇത്തവണത്തേക്ക് ക്ഷമിക്കാം, ഒരിക്കൽ കൂടി ഇതൊന്നും ആവർത്തിക്കരുത് കേട്ടോ മോളെ. അമളി മനസ്സിലായതും രക്ഷപ്പെടാൻ എന്ന പോലെ അതിലൊരുത്തൻ അവളെ നോക്കി പറഞ്ഞു. ചേട്ടൻ്റെ ക്ഷമയൊന്നും ഇവിടെ ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ചേട്ടൻ ആരെയാണെന്ന് വെച്ചാൽ വിളിച്ചോളാൻ, അല്ലാതെ ചേട്ടൻ്റെ ഔദാര്യമൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. ക്രിസ്റ്റിയും വിട്ടുകൊടുക്കാതെ അവരെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവർക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്നാണ് ഒരു കാർ ഗേറ്റ് കടന്ന് അങ്ങോട്ടേക്ക് വന്നത്. ചാച്ചൻ ഋഷു ക്രിസ്റ്റിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. റോഷൻ അറിഞ്ഞാൽ അവളെ വഴക്ക് പറയുമെന്നുള്ള പേടി അവൾക്കുണ്ടായിരുന്നു. അവൻ കാർ കൊണ്ടുവന്ന് നിർത്തി. പിന്നെ സംശയത്തോടെ അവരെ ഒന്ന് നോക്കിയതിനു ശേഷം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ എല്ലാവരെയും ഒന്ന് നോക്കി. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. എന്താ ക്രിസ്റ്റി? കാർ ലോക്ക് ചെയ്തതിനു ശേഷം അവൻ അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ഈ ചേട്ടന്മാർക്ക് കുറച്ച് സംശയങ്ങൾ, അതൊക്കെ ഒന്ന് തീർത്തു കൊടുക്കുമായിരുന്നു ഞാൻ. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും റോഷന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ചാച്ച ഋഷു അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും റോഷൻ ദേഷ്യത്തോടെ അവരെ എല്ലാവരെയും നോക്കി. ഞാനോ എൻ്റെ അപ്പനോ ഇവളുടെ കാര്യം നിങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അവൻ ദേഷ്യത്തോടെ അവരെ എല്ലാവരെയും നോക്കി ചോദിച്ചു. അതുമോനെ, അതിലൊരുത്തൻ എന്തോ പറയാനായി തുടങ്ങി. എന്നാൽ അതിന് സമ്മതിക്കാതെ റോഷൻ കൈപൊക്കി അയാളെ തടഞ്ഞു. എൻ്റെ പെങ്ങളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. പിന്നെ എൻ്റെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ CCTV ക്യാമറയും ഫുള്ള് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചേട്ടന്മാരുടെ സഹായമൊന്നും തൽക്കാലം ഈ വീട്ടിൽ വേണ്ട. ഇപ്പം ഇറങ്ങിക്കോണമല്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും. റോഷൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവരെല്ലാവരും പരസ്പരം ഒന്ന് കണ്ണു കാണിച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്തോ നാടാ ഇതൊക്കെ. അവരൊക്കെ പോയതും റോഷൻ ക്രിസ്റ്റിയെ നോക്കി കൈമലർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. വെറുതെ ഇതൊക്കെ ഒരു അഡ്വഞ്ചർ അല്ലേ അളിയ? ക്രിസ്റ്റിയും തിരികെ പുഞ്ചിരിച്ചു. ഞാനൊന്നും പറയുന്നില്ല. 2 മാസം കഴിഞ്ഞാൽ രണ്ടിനെ കല്യാണം അല്ലേ? അതുവരെ നിനക്കൊക്കെ ഒന്ന് ക്ഷമിച്ചൂടെ? അവൻ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചതും ഋഷു അവനെ നോക്കാനാവാതെ തല താഴ്ത്തി.